ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ നിർബന്ധപ്രകാരം തന്നെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രുതി ബലിയിടാൻ ഒരുങ്ങാണ്ട്. ഇതെല്ലാം തന്നെ കള്ളക്കളികളാണെന്നും ഇത് ശ്രുതിയുടെ കള്ളത്തരങ്ങളാണെന്നെല്ലാം ഇതിന് സച്ചിക്ക് രേവതിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയും ഇവരിതെല്ലാം തന്നെ മാറി എന്ന് കാണുകയാണ്. അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനിടെ തന്നെ പൂജാരി ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ചെട്ടിനാട് പത്മനാഭൻ അങ്ങനെ കണ്ട ഒരു പേര് ശ്രുതി പറയുകയും പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട് മോളുടെ അച്ഛൻ്റെ പേര് അങ്ങനെയല്ലോ പറഞ്ഞത്, ഇപ്പം എന്നെ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്ന നേരത്തെ അയ്യോ എനിക്ക് മാറിപ്പോയതാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് പറഞ്ഞത്, അച്ഛൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്, ഭരണി നാളാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരു കണക്കിന് തടി തപ്പാണ് കേട്ടോ. അങ്ങനെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെളിച്ചോറ് കാക്കയ്ക്ക് വേണ്ടി വെക്കുന്ന സമയത്ത് ഒരു കാക്ക പോലും കൈകൊട്ടുമ്പോൾ വരുന്നില്ല. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട് അങ്ങ് മലേഷ്യയിൽ നിന്ന് കാക്ക വരണ്ടേ, കാക്ക ഇവിടെ വരെ എത്തിയെങ്കിൽ മാത്രമല്ലേ തിന്നാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഒരു കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുന്ന സമയത്ത് ഈ നേരത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒന്നും മിണ്ടാതിരിക്കട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര സച്ചിയെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് തിരുമേനി ചോദിക്കുന്നത് എത്ര ദിവസം ചടങ്ങുകളാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് 13 ദിവസം ചടങ്ങുകളാണെന്ന് ചന്ദ്ര പറയുന്ന നേരത്ത് സച്ചി വേഗം പറയുന്നുണ്ട് 45 ദിവസം കൃത്യമായി തന്നെ ചടങ്ങുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ മരിച്ചയാളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രുതിയും ഒരേ രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. കാരണം എന്തൊക്കെ ചടങ്ങുകളാണ് കഴിയാൻ കിടക്കുന്നത്, ഒരു നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മാത്രമല്ല റൂമിലൊന്നും ഒരുമിച്ച് കിടക്കാൻ പോലും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഉടക്ക് പറയുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ 45 ദിവസം വ്രതം നോക്കുന്നതാണ് നല്ലതെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറയുകയും ശ്രുതിയും പെട്ട അവസ്ഥയിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അകത്തേക്ക് കയറി ചെന്നിട്ട് ഇവരിങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി രേവതിയായിട്ട് പറഞ്ഞ രേവതി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടാകും, മാത്രമല്ല ചിതാഭസ്മം നമ്മൾ നദിയിൽ കൊണ്ടു കൊടുക്കാറുണ്ട്, അതേ രീതിയിലുള്ള കർമ്മം കൂടി ചെയ്താലാണ് എല്ലാം പൂർത്തിയാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേ ശ്രുതി വീണ്ടും പെട്ട അവസ്ഥയിലാണ്. ശ്രുതിക്ക് കൃത്യമായി തന്നെ മനസ്സിലാവുന്നുണ്ട് രേവതിയും സച്ചിയും തനിക്കായിട്ട് പണി തരുന്നതാണെന്ന്. അപ്പോൾ അത് ശരിയാണെന്ന് ചന്ദ്രയും രവിയും ഒരേ രീതിയിൽ സമ്മതിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇപ്പം സച്ചിയുടെ എന്ത് പറഞ്ഞാലും അമ്മ അതെല്ലാം തന്നെ സമ്മതം മൂളുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ചന്ദ്രയെ നോക്കുന്നുണ്ട്. ചന്ദ്ര വേഗം പറയുന്ന ഒന്ന് പൊക്കെ അതുകൊണ്ടൊന്നുമല്ല, ഇവൻ പറഞ്ഞ് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചതെന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ചന്ദ്ര ശ്രുതിയോടായിട്ട് ഫോട്ടോ ചോദിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ ഫോട്ടോയൊന്നും ഇല്ല എന്ന് പറയുന്ന സമയത്ത് മലേഷ്യയിലെ നിൻ്റെ രണ്ടാനമ്മയോട് ചോദിച്ചു നോക്ക്, തീർച്ചയായിട്ടും അയച്ചു തരുമെന്ന് സച്ചി പറയുന്ന നേരത്തെ ഞാൻ അവരുമായിട്ട് മിണ്ടാറില്ല എന്നറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നാൽ അവർ നമ്പർ എനിക്ക് തട്ടെ ഞാൻ വിളിക്കാമെന്ന് രേവതി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പരുങ്ങുന്നുണ്ട്. ആ ഒരു സമയം ഞാൻ സച്ചി പറയുന്ന ഒരു കാര്യം ചെയ്ത് നിൻ്റെ ഇളയച്ചനെ വിളിച്ചു നോക്കി, ഇളയച്ചൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും ഫോട്ടോ ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രയും എല്ലാം തന്നെ ശരിവെക്കണം. ഇതിനിടെ തന്നെ രേവതി പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ, അതായത് ചിതാഭസ്മം നദിയിൽ കൊണ്ടുപോയി ഒഴുകിയില്ല എന്നാണെങ്കിൽ അമ്മായിയമ്മയ്ക്ക് ഹാനി ഉണ്ടാവും, മാത്രമല്ല ഭർത്താവിൻ്റെ കാലൊടിയും എന്നൊക്കെ രീതിക്ക് ഇങ്ങനെ രേവതി സംസാരിക്കുകയും ചെയ്തു. കൂടെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും പേടിയാവുണ്ട്. അങ്ങനെ ഇരുവരെ നിർബന്ധപ്രകാരം തന്നെ ബീരാനെ വിളിക്കുന്നുണ്ട്. ആദ്യം ഫോൺ വിളിക്കുന്ന സമയത്ത് ശ്രുതിയുടെ കോളായതുകൊണ്ട് തന്നെ ബീരാൻ ഫോൺ എടുക്കുന്നില്ല. രണ്ടാമത് ഒന്നുകൂടി ഇവരെ നിർബന്ധപ്രകാരം തന്നെ വിളിക്കുന്ന സമയത്ത് എന്തോ പന്തികോടുണ്ടല്ലോ, എന്തായാലും കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ബീരാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ബീരാനെ കാണുന്ന സമയത്തിന് ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട്. കാരണം ഈ ഇറച്ചി വെട്ടുന്ന വേഷത്തിലും അല്ല വന്നിരിക്കുന്ന ഗെറ്റപ്പിലെ വേഷത്തിലും ബീരാൻ ശ്രുതിയുടെ ചെറിയ പോലെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ പുറകിലുള്ള കട നമ്മുടെ രേവതി തിരിച്ചറിയുന്നുണ്ട്. ഇത് ഇന്ന ജംഗ്ഷനിൽ ഞാൻ അന്ന് ബിരിയാണി മേടിക്കാനായിട്ട് ഇറച്ചി മേടിക്കാൻ പോയ കടയല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് ഇതേ ഗ്രില്ലും ഇതേ പെയിൻറ്റും അടിച്ച് ഒരുപാട് കടകളുണ്ട്, എന്തായാലും ഞാനൊരു കടയിലല്ല രേവതി എന്നും പറഞ്ഞുകൊണ്ട് ബീരാൻ നല്ല രീതിയിൽ തന്നെ അവിടെ തടി തപ്പുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ചന്ദ്ര പറയുകയാണ് ഇവൾ പറയുന്നൊന്നും കേൾക്കുകയൊന്നും വേണ്ട ശ്രുതിയുടെ ചെറിയച്ച, അവളങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ശ്രുതിയുടെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ മാറിയതുകൊണ്ട് ആ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലില്ല എന്നും പറഞ്ഞിട്ട് ബീരാനും തടി തപ്പുന്നുണ്ട്. സച്ചി പറയുന്നത് തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ നിങ്ങൾ നാട്ടിലുള്ള മലേഷ്യയിലുള്ള ഇവളുടെ രണ്ടാനമ്മയെ വിളിച്ചതിന് ശേഷം ഫോട്ടോയും കൊണ്ടുവരണം, ചിതാഭസ്മവും ഒപ്പിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്ന സമയത്ത് ബീരാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സച്ചിയുടെ നിർബന്ധപ്രകാരം തന്നെ ഇതെല്ലാം തന്നെ സമ്മതിക്കുക കേട്ടോ. അങ്ങനെ കോൾ കട്ട് ചെയ്തതിന് ശേഷം ഇനി എവിടെ നിന്ന് താൻ ഇവളുടെ അച്ഛൻ്റെയും അതുപോലെ തന്നെ ചിതാഭസ്മവും കൊണ്ടുവരുമെന്നുള്ള ആകെ ഒരു ടെൻഷനോട് കൂടി തന്നെ നിൽക്കുകയാണ് നമ്മുടെ ബീരാൻ. ആ ഒരു ഭാഗത്തോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.